കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വീണ്ടും യുവാക്കളുടെ അഭ്യാസ പ്രകടനം. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനത്തിലാണ് 3 യുവാക്കൾ വാഹനത്തിന്റെ വിൻഡോയിലൂടെ പുറത്തേക്ക് നിന്ന് അഭ്യാസം കാട്ടിയത്. ദേശീയപാതയിലെ ഗ്യാപ്പ് റോഡിനും മൂന്നാറിനും ഇടയിലെ പാതയിലാണ് സംഭവം. കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ചേരുന്നു. ആൽവിൻ, എന്താണ് ഈ ദേശീയപാതകളിൽ സംഭവിക്കുന്നത്? കൃത്യമായ പരിശോധനാ സംവിധാനങ്ങൾ ഇല്ല എന്ന് വേണമോ മനസ്സിലാക്കാൻ? കഴിഞ്ഞ ദിവസം അടക്കം അക്രമങ്ങളുടെ അടക്കം വാർത്തകൾ പുറത്തുവരുന്നു. ഇപ്പോഴിതാ നിയമം ലംഘിച്ചുള്ള അഭ്യാസ പ്രകടനം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഈ മൂന്നാറിനും ഗ്യാപ്പ് റോഡിനും ഇടയിലാണ് ഇത്തരം രംഗങ്ങൾ സ്ഥിരമായി പതിവായി കഴിഞ്ഞ 2 ആഴ്ചയായി തുടരുന്നത്. യുവാക്കൾ പലപ്പോഴും ഈ കാറിന്റെ വിൻഡോയിലൂടെ പുറത്തേക്ക് ഇരുന്നുകൊണ്ട് വളരെ അപകടകരമായ രീതിയിലാണ് യാത്ര നടത്തുന്നത്. ആ യാത്ര ചെയ്യുമ്പോൾ പോലും ആ വാഹനത്തിൽ വലിയ അമിത വേഗത ഉണ്ടാകാറുണ്ട്. വലിയ തോതിൽ മറ്റു വാഹനങ്ങളെ വെട്ടിച്ചു മാറുന്ന കാഴ്ചകളൊക്കെ കാണാറുണ്ട്. ഇത്തരം സംഭവങ്ങൾ പതിവാകുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. ഇന്നലെ വൈകുന്നേരമാണ് തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ഒരു ഇന്നോവ കാറിൽ ഇത്തരം അപകടകരമായ രീതിയിൽ യുവാക്കളും അടക്കമുള്ള ആളുകൾ യാത്ര ചെയ്തതായി ശ്രദ്ധയിൽ മറ്റൊരു വാഹനത്തിന്റെ CCTVയിൽ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ചയിൽ ഇതുപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് ബൈസൺ വാലി സ്വദേശിയായ ഋതു എന്ന ആളുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ പ്രദേശത്ത് കൂടുതൽ ശക്തമായ നിരീക്ഷണ സംവിധാനം വേണമെന്നുള്ളത് നാട്ടുകാരും ആവശ്യപ്പെടുന്നുണ്ട്. കാര്യം പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ വിനോദസഞ്ചാരികൾ അടക്കമുള്ള ആളുകളാണ് കൂടുതലായും അവിടെ വരുന്നത്. ഇവർ പലപ്പോഴും അപകടകരമായ രീതിയിൽ വാഹനം അതുവഴി പോവുകയോ ഓടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നാട്ടുകാർ പറയുന്നു. വളരെ മനോഹരമായ റോഡാണ്. അതുകൊണ്ട് തന്നെ ഇരുവശങ്ങളിലെയും വീഡിയോ ഉൾപ്പെടെ പകർത്തുന്നതിനും സെൽഫി എടുക്കുന്നതിനും റീൽസ് എടുക്കുന്നതിനും ഒക്കെയുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരം അപകടകരമായ യാത്ര നടത്തുന്നത് എന്നുള്ളതാണ് പലപ്പോഴും കണ്ടെത്തിയിട്ടുള്ളത്. മോട്ടോർ വാഹന വകുപ്പ് കർശന നടപടികൾ സ്വീകരിക്കുമെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള യാത്രകൾ പതിവാവുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ 2 തവണ 2 വാഹനങ്ങൾ ഇതുപോലെ യാത്ര ചെയ്ത് നടപടി മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിക്കുകയുണ്ടായി. ഇനിയും തുടർന്നാൽ ഇത്തരം കർശനമായ നടപടികൾ ഉണ്ടാകുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ പോലീസിന്റെ ഉൾപ്പെടെയുള്ള പട്രോളിംഗ് സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തുമെന്നുള്ളതും പോലീസും നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ഈ വാഹനത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ മോട്ടോർ വാഹന വകുപ്പ് നടത്തി വരികയാണ്. ലക്ഷ്മി. ആൽവിൻ തോമസ് ആണ് ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.